വെൽക്കം ടു ഗ്രാൻഡ് മദർ ടിപ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ ആവിയിൽ വെച്ചിട്ടും അല്ലാതെയും എങ്ങനെ നമുക്ക് ഇങ്ങനത്തെ കളറിലുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല പഞ്ഞി പോലുള്ള നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന 3 മിനിറ്റ് സമയം മതി നമ്മളുടെ ഈ കേക്ക് ആവാനായിട്ട്. ആവിയിൽ വെള്ളം തിളപ്പിച്ച് ഉണ്ടാകുന്ന കേക്കാണത്. കണ്ടല്ലോ ഫ്രണ്ട്സ്, കണ്ടില്ലേ എന്ത് പഞ്ഞി മാറി ഇരിക്കണം. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കണ്ടില്ല എത്ര സോഫ്റ്റാന്നുള്ളത്. അപ്പം ഞാൻ അതിനായിട്ട് ഒരു 3/4 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുന്നുണ്ട്. ഈ ഗ്ലാസിൻ്റെ അളവിൽ നിങ്ങൾ ഫോളോ ചെയ്യാം. 3/4 ഗ്ലാസ് പഞ്ചസാര എടുത്തിരിക്കുന്നു കേട്ടോ. നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കുക. അതിൽ നമുക്ക് 2 മുട്ട ഫുള്ളായിട്ട് നമുക്ക് അടിച്ചെടുക്കണം. മുട്ടയില്ലാത്തവർ 2 സ്പൂണ് പുളിയില്ലാത്ത തൈര് ചേർക്കാം. ഓക്കെ, 2 മുട്ട അല്ലെങ്കിൽ 2 സ്പൂണ് പുളിയില്ലാത്ത തൈര് ഒന്ന് അടിച്ച് ഒരു മിനിറ്റ് ഒന്ന് അടിച്ച് ക്രീമി ലുക്കാക്കിയിട്ട് നമ്മൾ ഇതാക്കുക. അതിന് മുമ്പായിട്ട് നമ്മൾ വാനില എസൻസ് കൂടി അതിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 2 ഏലക്ക ചേർത്ത് കൊടുത്താലും മതി. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത് മാറ്റി വെച്ചു. 1 ഗ്ലാസ് മൈദയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നമുക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തു. ബേക്കിംഗ് പൗഡർ 1/4 സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ചേർക്കേണ്ട 1 നുള്ള് ബേക്കിംഗ് സോഡ. ആദ്യം നമ്മൾ ബേക്കിംഗ് പൗഡർ പിന്നെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലവണ്ണം നമ്മൾ ഇളക്കണേ. നല്ലവണ്ണം ഇങ്ങനെ ഒന്ന് അരിപ്പയിൽ തന്നെ ഇട്ട് ഇളക്കണം, എന്നാലേ പൊടിയാകുള്ളൂ. നല്ലവണ്ണം നമ്മൾ അരിച്ച് അതെല്ലാം മിക്സായി വരണം. അപ്പോൾ അത് അരിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ പൊടി നല്ലവണ്ണം ഒന്നും കൂടി ഇളക്കുക സ്പൂൺ വെച്ചിട്ട്. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച പഞ്ചസാര, മുട്ട, വാനില എസൻസ് അതെല്ലാം കൂടിയുള്ളത് ഇതിലേക്ക് അങ്ങ് മിക്സാക്കുക. മിക്സാക്കിയിട്ട് ഒരു നന്നായി ഒന്ന് ഇളക്കിയ ശേഷം നമുക്കതിൽ ഓയിൽ ചേർത്ത് കൊടുക്കണം. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണുണ്ട്. അതെ, അപ്പം ഈ ഒരു പരുവമായിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ഒരു 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളതിനെ വീണ്ടും നമ്മളതൊന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കാം. ഇളക്കിയിട്ട് നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമുക്കതിലൊരു 4-5 സ്പൂൺ പാല്, തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ ഒഴിക്കാം. പാൽ ഒഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പാൽപ്പൊടിയുടെ മിക്സ് ചെയ്തിട്ട് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഈ ഒരു പരുവമായിട്ടുണ്ട്. നമുക്ക് കളറ് കിട്ടാനായിട്ട് ഞാൻ 1 സ്പൂണ് കൊക്കോ പൗഡർ അരിപ്പയിൽ അരിച്ചെണ്ണ ഇടുക. കാരണം കട്ടയുണ്ടാവും കൊക്കോ പൗഡർ, കണ്ടല്ലോ അതെ. അത് നമ്മൾ 1 സ്പൂൺ എടുത്തിട്ട് അരിച്ചിടുക. ആ അരിച്ചിട്ടതിലേക്ക് നമ്മളുടെ ഈ ഒരു മിക്സ് അതിലേക്ക് ചേർത്തു. അപ്പം നമ്മൾ അതിലേക്ക് അങ്ങോട്ട് ഈ മിക്സ് കുറച്ച് ആദ്യം ചേർത്തിട്ട് നമ്മൾ ഒന്ന് ഇളക്കുക. അതിന് ശേഷം കുറച്ച് പാൽ കൂടി ചേർക്കുക. കാരണം നല്ല കട്ടിയാവും 1 സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുമ്പോൾ. അപ്പം നമ്മൾ അതങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ കുറച്ച് പാലും കൂടി ചേർത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, കറക്റ്റ് വാനിലയുടേതും ചോക്ലേറ്റുള്ളതും കറക്റ്റ് ലെവലായിരിക്കണം. അതായത് ഒരേ ക്വാണ്ടിറ്റി ആക്കണം. അപ്പം അതിന് നമുക്ക് വാനിലയുടെ കുറച്ചുകൂടി എടുത്ത് ചോക്ലേറ്റിലേക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് മിക്സ് ചെയ്യാം. ഒരേ ലെവലായിരിക്കണം, എന്നാലും നമുക്കത് കറക്റ്റായിട്ട് ഇതാവുള്ളൂ. ഒരേ ക്വാണ്ടിറ്റി 2 പാത്രത്തിലും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഒരു പഴയ ഫ്രൈ പാൻ എടുത്ത് അടുപ്പത്ത് വെക്കണം. 2 രീതിയിൽ കാണിക്കേണ്ടതിൽ ഒന്ന് നമ്മുടെ ഫ്രൈ പാൻ വെച്ചിട്ടും ഒന്ന് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടും. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ നല്ലവണ്ണം സൺഫ്ലവർ ഓയിൽ പുരട്ടുക. അതിനുശേഷം നമുക്കിതിൽ ഇങ്ങനെ ഓരോരോ സ്പൂണായിട്ട് നമുക്ക് ചെയ്യാം. ഇതിൽ 2 രീതിയിൽ ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് ഇഡ്ഡലി തട്ടിൽ നമുക്ക് ആവി വെച്ചിട്ട് വെള്ളം വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കണ മാതിരി ചെയ്യാം, അല്ലെങ്കിൽ മറ്റേ രീതിയിൽ നമുക്ക് ബേക്ക് ചെയ്യണ മാതിരിയും ചെയ്യാം. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് വാനില ഇട്ടു, പിന്നെ 1 സ്പൂണ് ചോക്ലേറ്റ് ഇട്ടു, പിന്നെ വാനില ഇട്ടു, ചോക്ലേറ്റ് ഇട്ടു. എന്നിട്ട് നമുക്ക് അതിനൊന്ന് മിക്സ് ആക്കണമെങ്കിൽ മിക്സ് ആക്കി എടുക്കാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ നമ്മൾ തട്ടിൽ അങ്ങനെ മാറ്റി പിന്നെ 1/2 സ്പൂണൊക്കെ ഇട്ടാൽ മതി, 1 സ്പൂൺ ഇടണ്ട. അപ്പോഴേ കുറച്ച് ലെയറുകൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ ലെയറിലായിട്ട് അത് മൊത്തത്തിൽ ഇഡ്ഡലി തട്ടിൽ ഞാൻ ആക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ ആവിയിൽ ഇഡ്ഡലി തട്ടിൽ ഇഡ്ഡലി പാത്രത്തിൽ നമ്മൾ വെള്ളം വെച്ച് ഇഡ്ഡലി ആക്കണമാതിരി ആക്കുകയാണെങ്കിൽ നമുക്കൊരു 3-4 മിനിറ്റ് മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് മതിയാവും കേട്ടോ. നമ്മുടെ ഫ്രൈ പാൻ അവിടെ നല്ലവണ്ണം ഫ്ലെയിം കൂട്ടിയിട്ട് നല്ല ചൂടാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മളിങ്ങനെ ചെയ്യണം. ഈ തട്ട് ഫുള്ളായിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ അതിൽ തേച്ചിരിക്കണം, അടി പിടിക്കില്ല.
അപ്പോൾ ഇതായിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇങ്ങനെ തട്ടിക്കൊടുക്കുക. എന്നിട്ട് നമ്മൾ തട്ടിക്കൊടുത്ത ശേഷം നേരെ നമ്മുടെ ഫ്രൈ പാനിൻ്റെ മേലെ വെച്ചിട്ട് നമ്മളത് മൂടി വെക്കുക. അതിൻ്റെ അടിയിലൊന്നും വെക്കണ്ട, ഫ്രൈ പാനിൻ്റെ മേലെ വയ്ക്കുക, എന്നിട്ട് മൂടി വെക്കുക. എന്നിട്ട് ഒരു സ്ലോ ഫ്ലെയിമിൽ 10 അല്ലെങ്കിൽ 15 മിനിറ്റ് കഴിയുമ്പോൾ നോക്കുക ആയിട്ടുണ്ടാവും. സ്ലോ ഫ്ലെയിം ആയിരിക്കണം. ഇതിൻ്റെ അടിയിൽ ഒന്നും വെക്കണ്ട, നേരെ ഇതിങ്ങനെ വെക്കുക. നമ്മളുടെ ഇഡ്ഡലി ചെമ്പിൻ്റെ മൂടി വെച്ചിട്ട് തന്നെ ഞാനത് മൂടി വെക്കുന്നത്. ഇനി 10 അല്ലെങ്കിൽ 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി സെയിം പോലെ തന്നെ ഞാൻ ഇഡ്ഡലി തട്ടിൽ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്, ഇതേപോലെ തന്നെ. എന്നിട്ട് ഞാൻ നമ്മളുടെ ഇഡ്ഡലി ചെമ്പെടുത്തു. ചെമ്പിൽ വെള്ളം വെച്ചിട്ട് അതിലേക്കാണ് ഞാൻ ഇത് വെക്കുന്നത്. കണ്ടല്ലോ ഫസ്റ്റ് വെള്ളമുണ്ട്, നേരെ വെച്ചിട്ട് അത് ശരിക്കും പറഞ്ഞ് ഫ്ലെയിം കൂട്ടി അങ്ങോട്ട് ഇട്ടിട്ടൊരു 3 മിനിറ്റിൽ തന്നെ സംഭവം ആകും നമുക്ക്. അപ്പോൾ ഇത് നല്ലവണ്ണം വെള്ളം ഒഴിച്ച് നമ്മൾ സാധാരണ ഇഡ്ഡലി ആണമാതിരി തന്നെ നമ്മൾ അടുപ്പത്ത് വയ്ക്കുക. അപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതായി. മറ്റത് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. രണ്ടും തമ്മിൽ കളർ വ്യത്യാസമൊന്നുമില്ല. കണ്ടല്ലോ നമ്മളൊരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുമ്പോൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്പം തന്നെ ഒന്നും മാറ്റിയില്ലെങ്കിൽ അത് പെട്ടെന്ന് ഡ്രൈ ആവും കേക്ക്. അപ്പോൾ നമ്മൾ അപ്പം തന്നെ ഒരു ചൂടിത്തിരി കുറയുമ്പോൾ തന്നെ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അതേ ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഒരു കത്തി വെച്ചിട്ട് നമ്മളത് കണ്ടല്ലോ, അടിയൊന്നും ഒട്ടും പിടിച്ചിട്ടില്ല. ഇത് നമ്മൾ ഫ്രൈ പാനിൽ ബേക്ക് ചെയ്തെടുത്തിരിക്കുന്ന കേട്ടോ. അത് 15 മിനിറ്റ് കഴിഞ്ഞു. ഇഡ്ഡലി പാത്രത്തിലെടുത്തത് 3 മിനിറ്റിലായി. ഫ്രൈ പാനിലെടുത്താണ് നമ്മളിങ്ങനെ ഇഡ്ഡലി പാത്രം ഫ്രൈ പാനിൽ വെച്ചിട്ട് ഇത് നമ്മൾ ആവി വെച്ചിട്ട് ശരിക്കും ആവിയിൽ വെച്ചെടുത്താണ്. അത് കണ്ടല്ലോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ആവിയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. 3 മിനിറ്റിൽ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും തന്നെ കുട്ടികൾക്ക് ആയിട്ടുണ്ട്. അപ്പോൾ സ്കൂളൊന്നുമില്ല, എന്നാലും കുട്ടികൾക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടല്ലോ, നല്ല പഞ്ഞി പോലുള്ള ഒരു കേക്കാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. താങ്ക്